Hello guys, welcome back to my channel DC Study IQ. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ആണ്. അപ്പോൾ ആ ട്രിക്സ് ഒന്ന് നോക്കാമല്ലേ? ആദ്യം തന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, 24 × 26. അപ്പോൾ ഈ ഒരു ട്രിക്സ് വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ കണ്ടീഷനാണ് യൂണിറ്റ് ഡിജിറ്റ്, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കൂട്ടിയാൽ 10 കിട്ടണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 10th പ്ലേസിലെ ഡിജിറ്റ് രണ്ടും സെയിം ആയിരിക്കണം. ആ രണ്ട് നമ്പേഴ്സിൻ്റെ 10th ഡിജിറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? ആദ്യത്തെ കണ്ടീഷൻ യൂണിറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് കൂട്ടിയാൽ 10 കിട്ടണം, അതായത് 6 + 4 10. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് 10th പ്ലേസിൻ്റെ ഡിജിറ്റ് സെയിം ആയിരിക്കണം. ഇതിൽ ഈ ഒരു കേസിൽ രണ്ടുമാണ് സെയിം ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ 6 × 4 എത്രയാണ്? 24. അതവിടെ എഴുതുക, 24. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 × 3. ഈ 3 എന്ന് പറയുന്നത് 2-ന് തൊട്ടപ്പുറത്തെ നമ്പർ ഏതാണോ അത് എഴുതുക. 2 എന്നല്ല, ഈ ഒരു 10th പ്ലേസിലെ ഏതാണോ ഡിജിറ്റ് ഉള്ളത് അതിന് തൊട്ട് ശേഷമുള്ള നമ്പർ എഴുതുക. അതായത് അപ്പോൾ 2 × 3 6. അപ്പോൾ ആൻസർ 24 × 26ൻ്റെ ആൻസർ 624 ആണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ഒന്നും കൂടി വായിക്കാം. The sum of the last digit of the two numbers should be 10. And രണ്ടാമത്തെ റൂള്, the digit in 10th place of two numbers should be same. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് 10 ആയിരിക്കണം. 8 + 2 10. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ 10th പ്ലേസിലെ ഡിജിറ്റ് സെയിം ആയിരിക്കണം. ഈ ഒരു കേസിൽ 2 ആണ്, അതും സെയിം ആണ്. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. 2 × 8 16. അത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് 2 × 3 6. ആൻസർ 616 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി കുറച്ച് വലിയ നമ്പർ വെച്ച് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. ആദ്യം തന്നെ നോക്കേണ്ടത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് 6 + 4 10 ആണ്. 10th പ്ലേസിലെ സെയിം ഡിജിറ്റ് ആണോ നോക്കുക. ഇവിടെ 9 ആണ്, അപ്പോൾ സെയിം ആണ്, ഒന്നും പഠിക്കാനുള്ള. നമുക്ക് അതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 6 × 4 24 എന്ന് എഴുതി. ഇനി അടുത്ത 9 × 10 90. അപ്പോൾ 90 24. ഇനി ഇത് 2 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയേ. 7 × 3 21 21 എഴുതി. 5 × 6 30 30 എഴുതി. 30 21 ആൻസർ കിട്ടിയല്ലോ. 2 സെക്കൻഡ്, വെറും 2 സെക്കൻഡ് വേണ്ടു. 7 × 3. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനൊന്നും പെട്ടെന്ന് തന്നെ മനസ്സിൽ ഓടിച്ച് പോകണം. അതായത് 7 + 3 10. കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. കണ്ടീഷൻ 2, അതായത് 10th പ്ലേസിലെ ഡിജിറ്റ് സെയിം ആയിരിക്കണം. 5ഉം 5ഉം സെയിം ആണ്. അപ്പം ഇങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ 7 × 3 21 എഴുതി. പിന്നെ 5 × 6. 5-ന് ശേഷം ഏതാണോ തൊട്ടപ്പുറത്തെ ഡിജിറ്റ് അത് എഴുതും. 5 × 6 30 30 21. 2 സെക്കൻഡ് കാര്യം കഴിഞ്ഞു. ഇനി വേറൊരു ലെവൽ, സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞത് 2 ഡിജിറ്റിൻ്റെ അല്ലേ, ഇത് 3 ഡിജിറ്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. ജസ്റ്റ് നിങ്ങളൊന്ന് 12 എന്ന് പറയുന്നത് ഒറ്റ ഡിജിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം മറ്റേ മെത്തേഡ് തന്നെ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. 6 + 4 10.
യൂണിറ്റ് ഡിജിറ്റ് സം 10 ഇനി 10th പ്ലേസ് ഇവിടെ നമ്മൾ 12 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് 10th പ്ലേസിൽ 12 എന്നാണ്. അപ്പം 12 10th പ്ലേസ് സെയിം ആണ്. അപ്പം നമ്മൾ പഴയ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നു. 6 × 4 24. ഇനി അടുത്തത് 12 ശേഷം തൊട്ടപ്പുറത്തെ നമ്പർ 12 × 13 അത് എത്രയാണ്? 156. ഇനിയിപ്പോൾ ചിലർക്ക് ഈ 156 ഇപ്പോൾ 12 × 13 എങ്ങനെ ചെയ്യുക എന്നുള്ള അതിപ്പോൾ മനസ്സിലെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇനി നമ്മൾ ഇപ്പോൾ 12 × 13 എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്ത് പെന്നോണ്ട് ചെയ്യണ്ടേ എന്നെല്ലാം കരുതും. ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 12 × 13 എന്ന് പറയുന്നത് 12 സ്ക്വയർ പ്ലസ് 12 ആണല്ലോ. അപ്പോൾ 12 സ്ക്വയർ 144 പ്ലസ് 12 156 എന്ന് കിട്ടും. ഓക്കെ, ആ ഒരു മെത്തേഡ് ഞാൻ ഇവിടെ ചുമ്മാ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ 12 × 10 പ്ലസ് 12 × 3 എന്ന് വെച്ചും നമുക്ക് കാണാം. അതായത് 12 × 10 120, 12 × 3 36, 120 36 156. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ചെറിയ ട്രിക്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല ട്രിക്സുകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.